ജസ്റ്റിസ് ഡേ ആഘോഷമാക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ജസ്റ്റിസ് എന്നാൽ മലയാളത്തിൽ നീതിന്യായം എന്ന് കൂട്ടി വായിക്കുകയും ചെയ്യാം. നീതിയും ന്യായവും സമൂഹത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒഴിച്ചുകൂടാനാകാത്ത നമ്മളെല്ലാവരും പാലിക്കേണ്ടുന്ന ഒരു ക്രമമാണ്. നീതി, ന്യായം എന്നിവ ഗവൺമെന്റിന്റെ ഭാഗത്തോ നിന്ന് മാത്രം നടപ്പാക്കേണ്ടുന്ന ഒരു സംഗതിയല്ല. മനുഷ്യരാശി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീതി നടപ്പാക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. ആ ബാധ്യത എന്തെന്നാൽ നമുക്ക് ഏത് പുരാണങ്ങളിലും പുരാതനമായ നമ്മുടെ വേദഗ്രന്ഥങ്ങളിലുമെല്ലാം വളരെയധികം തീവ്രമായിട്ട് തന്നെ കാണാവുന്നതാണ്. നീതി നടപ്പാക്കുമ്പോൾ അതിൽ കൂടെ നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ശിക്ഷ കൂടി ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ ബൈബിള് വായിച്ചാലും ഏത് മതഗ്രന്ഥങ്ങൾ വായിച്ചാലും ശിക്ഷയും നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് നടപ്പാക്കപ്പെടുന്ന ഒരു വസ്തുതയാണ്. നീതിബോധം മനുഷ്യരിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ജനാധിപത്യ വ്യവസ്ഥയിലും മറ്റുള്ള വ്യവസ്ഥകളിലും വളരെ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ജനങ്ങൾക്ക് സാധിക്കും. നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് കോടതികളും ഗവൺമെന്റ്, അതുപോലെ ഗവൺമെന്റിന്റെ വിവിധ മേഖലകളിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ. ഇതെല്ലാം നീതി നടപ്പാക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് മനുഷ്യൻ അന്യോന്യം നീതി നടപ്പാക്കുക എന്നുള്ളത്. നീതി നടപ്പാക്കിയാൽ ഒരിക്കലും വിദ്വേഷവും വെറുപ്പും അസഹിഷ്ണുതയും സമൂഹത്തിൽ ഉണ്ടാവില്ല. സമൂഹത്തിൽ അസഹിഷ്ണുതയും വെറുപ്പും അക്രമങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് നീതിബോധം മനുഷ്യൻ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. ആ നീതിബോധം വളർത്തിയെടുക്കുവാനായിട്ട് നമ്മളെ മനുഷ്യരെല്ലാവരും കടപ്പെട്ടവരും ബാധ്യസ്ഥരുമാണ്. അങ്ങനെ നോക്കുമ്പോൾ നീതി നിർവഹണം വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുവാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ട് മാറും. മനുഷ്യൻ നീതി ബോധവും ന്യായവും കാണിക്കാതെ വരുന്ന അവസരങ്ങളിലാണ് കോടതികളിലേക്ക് കേസുകളുമായിട്ട് പോകുന്നതും വിവിധ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് അധികാരികളുടെ മുമ്പിൽ നമ്മൾ കേസുകളായിട്ട് പോകുന്നതും. അത് ഒഴിവാക്കുന്നതിന് മനുഷ്യരെ തന്നെത്താൻ സ്നേഹിച്ച് നീതിബോധത്തോടുകൂടി വളരുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.